ഈ ഒരു ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ടീമും അവരുടെ സ്ക്വാഡ് പുറത്തുവിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ട ഒരു കോച്ചാണ് സ്പെയിൻ്റെ കോച്ചായിട്ടുള്ള ഡീലഫോറെ. ഡീലഫോണ്ടയുടെ ആ ഒരു സ്ക്വാഡ് സെലക്ഷനെ ക്രിറ്റിസിസം ചെയ്യാത്ത ആളേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് പോലൊരു ടീമിൽ നിന്നും, ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്ന്, അതുപോലെ തന്നെ സ്പെയിനിലെ ഏറ്റവും മികച്ച ടീം, അവിടെ നിന്നും ഒരു താരത്തെ പോലും എടുത്തില്ല എന്നതായിരുന്നു ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം ആയിട്ട് മുന്നിട്ട് വെച്ചിരുന്നത്. എന്നാൽ വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ വേൾഡ് ചാമ്പ്യന്മാരാണ് സ്പെയിൻ. അവരുടെ കോച്ച് എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് നമ്മൾ കാണുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ മത്സരം കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു ടീമിനോട് സമനില, ഗോൾ രഹിത സമനിലയിൽ സ്പെയിൻ കുരുങ്ങിയ സമയത്ത് പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം, എനിക്കടക്കം വന്നിരുന്ന കമന്റ് ഉണ്ടായിരുന്നു, അതായത് റയലിന്റെ പ്ലേയേഴ്സ് പറ്റൂല, അപ്പൊ പിന്നെ നിങ്ങൾ അനുഭവിക്കും എന്ന രീതിയിലുള്ള കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കോച്ചിന്റെ ഡിസിഷൻ ആയിരുന്നു, അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്തു. പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് വേണ്ട പ്ലേയേഴ്സിനെ അദ്ദേഹം പിക്ക് ചെയ്തെടുത്തു, ആ പ്ലേയേഴ്സിനെ വെച്ചു, കപ്പ് അദ്ദേഹം കൊണ്ടുപോയി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ, ടീം, അതായത് ക്ലബ്ബ് ഫുട്ബോൾ വേറെ, ഇന്റർനാഷണൽ ഫുട്ബോൾ വേറെ എന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്ലബ് തലത്തിൽ മികച്ച പെർഫോമൻസ് നടത്തിയാൽ അത് ഏത് ക്ലബ്ബിലാണെങ്കിലും ആ പ്ലെയറെ എടുക്കും. അതുപോലെ തന്നെ തനിക്ക് ആവശ്യമുള്ള, കോച്ചസിന് ആവശ്യമുള്ള പ്ലെയേഴ്സിനെയാണ് കോച്ചസ് എടുക്കുക, പിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സംഭവം വെച്ചിട്ടാണ് പ്ലെയേഴ്സിനെ കോച്ച് എടുക്കുക എന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക.